ഹലോ ഗായ്സ്, വെൽക്കം ടു ക്വസ്റ്റ് കപ്പിൾ അഡ്വെഞ്ചേഴ്സ്. ഇന്ന് നമ്മൾ ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകതയുള്ള ടൗണാണ്. ഒരു കുഞ്ഞു ടൗണാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ രാവിലെ ഒന്ന് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നപ്പം കണ്ടൊരു ടൗണാണ് ഈ ടൗണ്. ഈ ടൗണിൻ്റെ പേര് മൗണ്ട് ഡോറയായിട്ടാണ് അറിയപ്പെടുന്നത്. മൗണ്ട് ഡോറ എന്നുള്ള സ്ഥലമാണ്. നല്ലൊരു ക്യൂട്ട് ടൗണാണ്. ഞങ്ങൾ ആക്ച്വലി ഫ്ലോറിഡ തന്നെയുള്ളൊരു ടൗണാണിത്. നമുക്കൊരുപാട് ഇങ്ങനെ മാർക്കറ്റുകളും ചെറിയ ചെറിയ മാർക്കറ്റുകൾ, ലോക്കൽ ബിസിനസ്സുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വളരെ ഓൾഡ് ടൗൺ. അത് ആക്ച്വലി 1800s തൊട്ടുള്ളൊരു ടൗണാണ് ഈ സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഈ ടൗണിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു പ്രത്യേകതയായിട്ടുള്ളൊരു കോഫി ഷോപ്പ് ഞങ്ങളിവിടെ കണ്ടു. ആ കോഫി ഷോപ്പിലാണ് ഞങ്ങളിവിടെ കണ്ടിരിക്കുന്നത്. ജെലാറ്റോ, ക്യാൻഡി, എസ്പ്രസ്സോ എല്ലാം, കോഫി, ക്യാൻഡി, എല്ലാ സ്വീറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മളത് കാണുവാണെങ്കിൽ ഇപ്പം കണ്ടോ, ഒരു ഐസ്ക്രീമൊക്കെ കാണാം. ഒരു പഴയ നൊസ്റ്റാൾജിയൊക്കെ ഇത് കാണുമ്പോൾ ഈ ക്യാൻഡികളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പം ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്, ചോക്ലേറ്റുകളുണ്ട്, കുറേ മധുരമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. അതുകൂടാതെ തന്നെ ചെറിയൊരു കോഫി ഷോപ്പും ഐസ്ക്രീം കടയും കൂടെയാണ്. ചെറിയ കഫേ, ചെറിയ ഡൈനിങ് ഇൻ ഏരിയ മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്ഥലമൊന്നുമില്ല നമുക്കിരിക്കാൻ. എല്ലാ കടകളും ചെറിയ ചെറിയ കടകളാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനായിട്ട് വേണമെങ്കിലുള്ള ഒരു സ്ഥലമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നേരെ കാണുവാണെങ്കിൽ നേരെ ഇപ്പോൾ കണ്ടത് ഇവിടെ ഒരുപാട് സ്വീറ്റ്സ്, കുക്കീസ്, കേക്കുകൾ, ഐസ്ക്രീം, പല വെറൈറ്റി ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഐസ്ക്രീം കഴിക്കാം. അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ കുറച്ച് ലോക്കൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലോക്കൽസിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കുറച്ച് പേരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇതവർ പറഞ്ഞു. My name is Dennis, and I've been in Florida from New York for about 7 years now. And I just fell in love with Mount Dora on the first day. My wife and I both did. And so we decided to make our permanent home down here. And this particular place, the coffee, our favorite coffee, latte, and confectionery is right here with my best friend Akhtar. And he's just a wonderful person to know, and he should be mayor, but he refuses to do that. But other than that, it's a wonderful place to live. Everybody's very friendly, and we all get along together, and it's just a great place to come every morning to have a cup of coffee with my friends. Perfect. Thank you. അങ്ങനെ നമ്മളിവിടെ ലോക്കൽ നേരത്തെ പങ്കുവെച്ച മാതിരി പുള്ളി ന്യൂയോർക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ന്യൂയോർക്കിൽ നിന്ന് പുള്ളി ഭാര്യയെ കൂട്ടി ഇവിടെ ഫ്ലോറിഡയിൽ വന്നു. ഫ്ലോറിഡ വന്നപ്പോൾ ഈ മൗണ്ട് ഡോറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരവിടെ താമസിക്കാൻ തുടങ്ങി. നല്ല മനുഷ്യരാട്ടോ, നല്ല ഫ്രണ്ട്ലിയാണ് ഇവർ. 2010 ആക്ച്വലി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത കടയാണ്. അപ്പോൾ അവരുടെ ഓണർ ഉണ്ടായിരുന്നപ്പോൾ അവർ ചായ കുടിക്കാൻ വന്നപ്പം അവർ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇനി സ്ഥലങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണം. ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ഈ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററീൻ്റെ പറ്റി സംസാരിക്കാമെന്ന്. അപ്പോൾ ഈ സ്ഥലം മൗണ്ട് ഡോറ എന്ന സ്ഥലം 1874 ഡേവിഡ് സിംസൺ എന്ന ഫസ്റ്റ് റെസിഡൻ്റായിട്ടുള്ള ആളാണ് തുടങ്ങി വെച്ചത്. പിന്നെ ഈ ടൗണും ഇവിടെ ഒരു നെയ്ബറിങ് ലേക്ക് ഉണ്ടായിരുന്നു, ലേക്ക് ഡോറ എന്ന് പറഞ്ഞിട്ട്. അത് നെയിം ചെയ്തത് ഡോറ ആൻഡ് റൗഡി ആയിരുന്നു. പക്ഷെ ഒറിജിനലി ഇതിൻ്റെ പേര് റോയലും ആയിരുന്നു കേട്ടോ. പിന്നെ 1883 മൗണ്ട് ഡോറ എന്ന പേര് ഒഫീഷ്യലി സ്ഥാപിച്ചത്. പിന്നീടാണ് ഇവിടെ ഒത്തിരി പോപ്പുലറായ ലേക്ക് സൈഡ് ഇൻ ഹോട്ടൽസും റെയിൽ റോഡും വരാൻ തുടങ്ങി. അപ്പോൾ അതൊരു വിൻ്റർ റിട്രീറ്റ് മാതിരിയായിരുന്നു ഇവർക്കൊക്കെ. പിന്നെ ഈ ടൗണ് ഇതിൻ്റെ ഹിസ്റ്റോറിക് ചാമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം അത് ഒത്തിരി യൂണീക്കായി മാറി. പിന്നീട് ഇവിടുത്തെ ആൻറ്റിക് ഷോപ്സും പോപ്പുലർ ഫെസ്റ്റിവൽസൊക്കെ കാണാൻ വേണ്ടി ഒത്തിരി ജനക്കൂട്ടങ്ങൾ വേറെ ടൗണിൽ നിന്നൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഹിസ്റ്ററി അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്ന് പിന്നെ ലേക്ക് സൈഡ് ഇൻ എന്നുള്ള സ്ഥലത്ത് പോകാമെന്ന്. അപ്പോൾ പോകുന്ന വഴികളെ കണ്ട കാഴ്ചകളാണിത്. ചെറിയ ലേക്കിൻ്റെ ഭാഗങ്ങൾ, ആൻറ്റീക്ക് വണ്ടി, ഇതൊരു ഹമ്മർ H1 ആണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടത്. അങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ ഈ ഒരു സംഭവം കണ്ടു. പഴയ ഒരു ട്രെയിൻ കാർട്ട് ഇങ്ങനെ കിടക്കുന്നത്. അതിനകത്ത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നേരം അത് കണ്ടപ്പോൾ എടുത്ത വിഷ്വലാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ലേക്ക് സൈഡ് ഇൻ്റെ ഉള്ളിലേക്ക് കയറിയ കുറച്ച് കാഴ്ചകൾ. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളാണ് ഇത് ആക്ച്വലി.
അതിൻ്റെ കുറേ നല്ലൊരു ആൻറ്റി എക്സ്പീരിയൻസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പഴയ കാര്യങ്ങൾ, സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഒരു രീതിയിൽ വെച്ചിട്ടുള്ള ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നി. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് കിട്ടി കുറച്ച് മുട്ട, കുറച്ച് പൊട്ടാറ്റോ, അതെല്ലാം ഫ്രൈ ചെയ്ത് ഉള്ള സംഭവങ്ങളാണ് കിട്ടിയത്. അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ആക്ച്വലി ഇത് കണ്ടുകൊണ്ട് ഇരുന്നത് നമ്മൾ ലേക്ക് ഡോറയാണ് നമ്മളുടെ വ്യൂ ആയിട്ട് കണ്ടത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ആ വ്യൂ കുറച്ചുകൂടെ അടുത്ത് കാണാൻ വേണ്ടി ഞങ്ങൾ പിന്നെ നടന്ന് ഒരു ചെറിയ പിയറുണ്ട്, ആ പിയറിൽ കൂടെ കയറി നമ്മൾ നേരെ ലേക്കിലേക്ക് പോയിട്ട് നല്ല വ്യൂ ആണ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ പിയറിലെത്തി. പിയറിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അങ്ങനെ പിയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കാഴ്ചയും ആ വ്യൂ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു പീസ്, ശാന്തത, അത് നമുക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ ഒരു വ്യൂവും അതിൻ്റെ ആ പഴയ ലുക്കും ആൻറ്റീക്ക് വൈബുകളൊക്കെ ഒത്തിരി നമുക്ക് ഒരു ചെറിയ അന്നത്തെ കാലത്തുള്ള ചെറിയ നോസ്റ്റാൾജിയ വൈബൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പിയറിക്കൂടെ നടന്നു പോകുമ്പോൾ തന്നെ വേറൊരു വ്യൂ ആണ്. ഈ ലേക്ക് സൈഡിൽ കൂടെ ഇതൊരു ലേക്കാണ്, ലേക്ക് ഡോറയാണ്. അതിൻ്റെ ഒരു ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് പ്യൂർ വ്യൂ ആണ്. ഇതിനകത്തൊക്കെ ബോട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ബോട്ടുമായിട്ട് ഇറങ്ങി ഈ ലേക്കൊക്കെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതെല്ലാം കണ്ട് ഞങ്ങൾ ആ ഒരു ഭംഗി ആസ്വദിച്ച് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ലൊരു നമുക്ക് ഒരു ശാന്തതയാണ് അവിടെ വന്നിരിക്കുമ്പം. അങ്ങനെ ഇതൊക്കെ കണ്ട് അന്നത്തെ ദിവസം തന്നെ അവസാനിപ്പിച്ചത് ഇതെല്ലാം കണ്ടുകൊണ്ടാണ്. ഇത് കണ്ട് നല്ല റിലാക്സേഷൻ മൂഡിലാണ് നമ്മളിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് വേണം ഇനിയും ഇതുപോലെ വീഡിയോകളൊക്കെ ഇറക്കാൻ. താങ്ക് യു.